മൈക്കൽ ജാക്സന്റെ മരണദിവസം CNN ചാനലിൽ ഡേവ് എന്നൊരു വ്യക്തി ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ജാക്സന്റെ ബാല്യകാല സുഹൃത്താണ് അദ്ദേഹം. എന്നാൽ അത് മൈക്കൽ ആണെന്നാണ് പറയുന്നത്. കാരണം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, ബോഡി സ്ട്രക്ചറും ശബ്ദവും വലിയ വ്യത്യാസമുണ്ട്. I felt a little tap on my shoulder and I turned around. Better way to tell that story, but it's reality. And you know what, Larry? And throughout my struggles and my triumphs and my history, And I remember sitting down, crowds and bumper to bumper, very impromptu. When neither my I remember lawyers sitting nor I down. ever appeared. കറക്റ്റ് മൈക്കലായി സാമ്യമുണ്ട്. പല രൂപങ്ങളിൽ അദ്ദേഹം ഷോസ് ചെയ്യാറുണ്ട്. ദ കിങ് ഓഫ് ഡിസ്ഗൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എന്തിന് മരണം ഫേക്ക് ചെയ്യണം? 2008 കാലഘട്ടത്തിൽ ഡൗൺഫോളിലൂടെയാണ് കടന്നുപോയത്. ഒരുപാട് കേസുകളും $500 മില്യൺ കടമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് 12,000 കോടി ഇന്ത്യൻ രൂപ. അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് ഷോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊരു സൊല്യൂഷൻ MJ ഇല്ലാണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ്, ബ്രാൻഡ് സെയിലൊക്കെ വഴി വലിയ എമൗണ്ട് ലഭിക്കും. ഒരു ഗ്ലൗസ് തന്നെ വിറ്റുപോയത് $4 ലക്ഷം. മ്യൂസിക് ലൈസൻസ് ഒക്കെ കുത്തനെ കൂടി. അങ്ങനെ 2009 500 മില്യൺ കടമുണ്ടായ ബ്രാൻഡ് 2025 2 ബില്യൺ ആസ്തിയിലേക്ക് മാറി. ഇപ്പോഴും 100 മില്യൺ വർഷവും ഉണ്ടാക്കുന്നുണ്ട്. പേഴ്സണലായിട്ടും ജാക്സൺ, എനിക്കിത് മടുത്തു, എനിക്ക് ഒളിച്ചു ജീവിക്കണം എന്നൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയുള്ള കാലത്തും മരണപ്പെട്ട ഫോട്ടോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. കൂടാതെ മരണച്ചടങ്ങുകൾ വീഡിയോ നോക്കിയാൽ ഫാമിലിയൊക്കെ സങ്കടത്തിലൊന്നുമല്ല, ഫേക്ക് പോലെ പെരുമാറുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മറ്റു തിയറികൾ പോലെ ഇത് തള്ളിക്കളയേണ്ടതല്ലേ? ഇപ്പോഴും പല പോസ്റ്റുകൾ വന്ന സൈറ്റുകൾ റിമൂവ് ആകുന്നുണ്ട്. എന്തിന്? ആർക്ക് വേണ്ടി?